ഹലോ ഹലോ ഗായ്സ്. ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ദിന ആശംസകൾ. നമുക്കിന്ന് ഈദിൻ്റെ ഹോളിഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് അബുദാബിയിലെ ഒരു പാർക്കിൽ വന്നിരിക്കുന്ന കേട്ടോ. ഒരു അടിപൊളി പാർക്കാണ്. പാർക്കിൻ്റെ പേര് അൽ എമറാത്ത് പാർക്ക് എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ പാർക്കിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതൊരു അടിപൊളി പാർക്കാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്, നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. അതുമല്ല ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 ദിർഹമാണ്, 2 പേർക്ക് 20 ദിർഹം. അതെടുത്തിട്ട് വേണം അകത്ത് കയറാൻ. ഈ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്ന ഇതങ്ങ് ദൂരെ കാണുന്ന അവിടെയാണ് കേട്ടോ. നമ്മൾ എൻട്രൻസ് എടുത്തിട്ട് അകത്ത് കയറി കഴിയുമ്പോഴേക്കും കാണുന്നൊരു വ്യൂ ആണിത്. നല്ല രസമാണ് വ്യൂസ്. കുറേ ആൾക്കാരുണ്ട്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ഇതൊന്ന് ചുറ്റി കാണാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ബാക്കിലൊക്കെ ഉണ്ടല്ലേ, ഇവിടെ കുറേ ഇരിക്കാൻ വേണ്ടി കുറേ ചെയേഴ്സും കാര്യങ്ങളും റിലാക്സ് ചെയ്യാൻ വേണ്ടിയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊരു ഫാം പോലെയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലയിടത്തൊക്കെ ഇതുപോലത്തെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് എന്തായാലും പോയി നടന്നു നോക്കാം. ഈ സമയത്ത് ചൂട് കുറവുണ്ട്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയത്. നമുക്ക് പകലിറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക് വോക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് വൈകുന്നേരമൊക്കെ ഇരിക്കാനും നടക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ചുറ്റും ഫുള്ള് ഈന്തപ്പനയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഈന്തപ്പനയുണ്ട്. എല്ലാം കായ്ച്ച് കിടക്കുവാണ്. എല്ലാത്തിലും ഏകദേശം കായൊക്കെ ഉണ്ട് കേട്ടോ. പച്ചയാണ്, പഴുത്തിട്ടില്ല. ഇവിടെ കിഡ്സിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി തന്നെ കുറേ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ എൻട്രൻസിൽ നടന്നു വന്നൊരു ഫാം പോലെ സംഭവത്തിലേക്കാണ്. ഇവിടെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുതിരയൊക്കെ നിൽപ്പുണ്ട് അവിടെ. നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ ഷോപ്പൊക്കെ ഉണ്ട് ചെറുത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ചുറ്റി നോക്കാം. ഞാൻ നേരെ കാണുന്നതേ നമുക്ക് ജസ്റ്റ് ചുമ്മാ പോയി ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചില ടെൻറ്റ് പോലെ സംഭവം കണ്ടെന്നും. അതുമല്ല ഈ വെള്ളത്തിൽ നമുക്ക് ജസ്റ്റ് ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇത് കണ്ടില്ല, ക്രിപ്റ്റിക്കൽ അറബിക് സ്റ്റൈലിലൊരു ടെൻറ്റ്. അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള തലയണയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, മാറ്റൊക്കെ എല്ലാം ഒരു ക്രിപ്റ്റിക്കൽ അറബി സെറ്റപ്പിൽ. നമുക്കിവിടെ കയറി ഇരിക്കാം കേട്ടോ, റിലാക്സ് ചെയ്യാം. ഇതാദ്യം നമ്മൾ കണ്ടത് മൊയിലാണ് കേട്ടോ. 4 പേരുണ്ട്. 4 പേരും കൂടി ഇരുന്ന് ഈവനിങ് സ്നാക്സ് കഴിക്കുമെന്ന് തോന്നുന്നു. 4 കളറൊക്കെ ആയിട്ട്. തൊട്ടിപ്പുറേ 2 ആമ, അവർ എന്തൊക്കെയോ കഴിക്കുന്നു. വെജിറ്റബിൾസ് ആണ്, ക്യാബേജ്, ക്യാരറ്റ്, അങ്ങനെ വെറൈറ്റി. തൊട്ടിപ്പുറം തന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഈ റൗണ്ട് ഒന്ന് പോയി വരും. ഇവിടെ ആനിമൽ ബാൻ എന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കയറി വന്നപ്പോഴേ കുറേ ആട് നിൽപ്പുണ്ട്. 2 തരം ആടുകളുണ്ട്. 2 കൂടുകളായിട്ട് ഇവിടെ അവരിട്ടിരിക്കുകയാണ്. ഇവിടെ 2 ഒട്ടകങ്ങളാണ് ഉള്ളത് കേട്ടോ. ഒരെണ്ണം അപ്പുറത്തുണ്ട്, ഒരാൾ ഇവിടെ നിന്ന് ആടുന്നുണ്ട്. ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമുക്ക് ക്യാമൽ റൈഡായിട്ടും കിട്ടും. പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാം. അത് അവിടെ നിന്ന് ഒരു പുല്ല് കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കുകയും ചെയ്യാം. 10 ദിർഹമാണ് കേട്ടോ അതിന്. കൊള്ളാം പരിപാടി. നിങ്ങളിത് കണ്ടോ, ഇത് ആടിന് ഇട്ടിരിക്കുന്ന ആ കൂടുണ്ട്. അതിന് ചുറ്റും അവരിത് ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഒന്ന് അവിടെ ഒരു ഫാനുണ്ട്. ഓരോ തൂണുകളിൽ ഓരോ ഫാനുണ്ട്. അതായത് അവർക്ക് ചൂട് പോകാൻ വേണ്ടി ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തൂണിലും കൂടെ ഓരോ ഫാനുണ്ട്. കാണാം, കാരണം അതുപോലെ ചൂടല്ലേ ഇപ്പോൾ. ആടിനെ കണ്ട് നടക്കുവാണ്. നാട്ടിലൊക്കെ പറമ്പിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ആടുകളൊക്കെ. ഇവിടെ വന്നാൽ നിങ്ങൾ ഫാമിലൊക്കെ വരണം കാണണമെങ്കിൽ. ഈ ഏരിയയിൽ കിഡ്സ് പ്ലേ ഏരിയ എന്ന് തോന്നുന്നത്. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കളിക്കാം. കണ്ടില്ലേ, പിള്ളേരെ കിടന്ന് ഓടുന്നുണ്ടില്ലേ.
വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നി, വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ കേട്ടോ. ഞാൻ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയേനെ. ഇതെല്ലാം ഊരണം. ചൂടാണോ? ഞാൻ ഓർത്ത് തണുപ്പായിരിക്കുന്നു, ചൂടാണ്. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, അതുകൊണ്ട് നല്ല തണലാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കാവേ. ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, നല്ല രസമുണ്ട് കാണാൻ. അതിൽ ആ പാലം കയറിയതേ ഇവിടെ വരിക കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഒരു വാക്കിംഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട്. ഇവിടെ കിളികളുടെ സൗണ്ട് കേൾക്കാം. ഇതേ കണ്ടില്ലേ, ഇതാ കാണുന്നൊരു ഈന്തപ്പനയാണേ. അതിലിത് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. നല്ല നല്ല കായുണ്ട്, ഇഷ്ടംപോലെ കായുണ്ട്. പഴുക്കാറാകുന്ന അതിൻ്റെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് വേറെ ഒരു തരം പനയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ എന്തൊക്കെയോ ഇങ്ങനെ കായൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങൾ നടന്ന് കുറേ കറങ്ങി കേട്ടോ. നടന്ന് മടുത്തിട്ട് ഇവിടെ ഒരു ബെഞ്ചിൽ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുക കേട്ടോ. ഇവിടെ ഏകദേശം സമയം ഒരു 6:15. ഇപ്പോഴും നമുക്ക് ലൈറ്റ് ഉണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ലൈറ്റ് പോകത്തുള്ളൂ. ഇത് ഇവിടുത്തെ ഒരുതരം മാനാണ്. ഇതിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വരുന്നവർ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1-2 ഇതുപോലത്തെ പ്രതിമകളുണ്ട്. അതായത് ആ കാണുന്ന ഒരു ആമയുടെയാണ്. കുറേ പക്ഷിയുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്, അതുകൂടെ നമുക്ക് വായിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. റെസ്റ്റ് റൂംസും ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണം യൂസ് ചെയ്യാം. നല്ല രസമുണ്ടല്ലോ നമ്മുടെ നിഴല്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിത് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിൽ പക്ഷികളൊക്കെ വന്ന് കുളിക്കുന്ന വെള്ളത്തിൽ നല്ല രസമുണ്ട് കാണാൻ. കണ്ട വെള്ളം കുടിക്കുന്നു. ഇത് നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്ന കൂട്ട് കള്ളിമുൾച്ചെടിയാണ് കേട്ടോ. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കാണുന്നത് ഇതിൻ്റെ വലിയ ചെടിയാണ്. കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ടോ, ഇതാണ്ടോ ഇത്രയും വലുതാകും കേട്ടോ ആ മുൾച്ചെടി. ഏകദേശം ഇത്രയും വലുതാകും. അതിൻ്റെ അകത്തുണ്ട് ഈന്തപ്പന. പിന്നെ ഞങ്ങൾ നടന്ന് ഈ ഒരു സ്റ്റാച്ചു പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, അത് കാണാമെന്ന് വെച്ചു. അതെ, ഗാർഡൻസ് ഓഫ് ടോളറൻസ്. ഇത് കൊള്ളാം. ഇതിൻ്റെ പേര് ഷെയ്ഡ് ഹൗസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ, അങ്ങോട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് പോകാനേ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ലിഫ്റ്റ് കയറിപ്പോയി നോക്കാം. ചുറ്റും കുറേ മരങ്ങളും ചെടികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റ് കയറി മേളിൽ വന്നിരിക്കുകയാണേ. മേളിൽ വന്നപ്പോഴുള്ള വ്യൂ കണ്ടോ, അബുദാബി സിറ്റിയാണ് അങ്ങ് ദൂരെ കാണുന്നത്. നമുക്ക് നടന്നിറങ്ങി പോകാൻ സ്റ്റെയറും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ ജുറാസിക് പാർക്ക് സിനിമയിലെ ദിനോസറിൻ്റെ കൂട് പോലെയൊക്കെ തോന്നുന്നു. ഞങ്ങൾ നടന്ന് താഴെ ഇറങ്ങി. നമ്മളെ മേളിൽ നിന്ന് കണ്ട ആ ഗ്രൗണ്ടാണ് ഇവിടെ താഴെ. അപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നടന്ന് കാണാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. ഞങ്ങളെന്തായാലും മടുത്തു, അതുകൊണ്ട് ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.